എല്ലാവരും 10th എക്സാം വരുന്നതിൻ്റെ ഒരു ആങ്സൈറ്റിയിലായിരിക്കും അല്ലേ? കുറേ ടെൻഷനും പേടിയും ഒക്കെ മനസ്സിലുണ്ടായിരിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, എങ്ങനെയാണ് ഇപ്പോൾ അത് ആൻസർ ചെയ്യുക, സമയത്തിൻ്റെ ഉള്ളിലൊക്കെ തീർക്കാൻ പറ്റുമോ, നേരാവണ്ണം പോർഷൻസൊക്കെ ഞാൻ പഠിച്ചു തന്നെയാണോ വരിക, അങ്ങനെ പല ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് നമ്മുടെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെ ആപ്പിൽ എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. സോ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇത് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ്സ് ആണ് അല്ലേ? ഈ ലാസ്റ്റ് മിനിറ്റ്സിൽ നമുക്ക് അപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നിന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരും. ലൈക്ക് നമുക്കൊരു പാസേജിൽ പെട്ടെന്ന് എങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, കൂടുതൽ സമയമെടുക്കാതെ എങ്ങനെ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ബേസിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഡിസ്കോഴ്സസിൻ്റെ ഒക്കെ ഒരു ബേസിക് ഫോമാറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല മാർക്കോടെ ഇവിടെ SSLC എക്സാം പാസ്സാകാൻ പറ്റും. അപ്പോൾ ഒട്ടും ടെൻഷൻ വേണ്ട. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറിയ ചെറിയ ടിപ്സും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. ആ പാസേജിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആൻഡ് യു ഹാവ് ടു ആൻസർ ദാറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പാസേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ആയിരിക്കും ഈ പാസേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പാസേജ് ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പാസേജ് എന്ന് പറഞ്ഞാൽ സ്കൂൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറിയത്തെ ഒരു പാസേജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉള്ള ഏതെങ്കിലും ഒരു പാഠത്തു നിന്നായിരിക്കും പാസേജ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ പാസേജിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ക്വിക്കായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പാസേജ് ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് മാത ലുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഐസ്? സോ why did Mada look straight into the principal's eyes? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ പാസേജ് വായിച്ചിട്ട് ഉത്തരം കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയാൽ നമുക്ക് വേഗം നമ്മുടെ റൈറ്റിംഗ് പോർഷനിലേക്ക് പോവാം. പാസേജിന് മുകളിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് സമയത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വരും. അപ്പോൾ എത്രയും വേഗം പാസേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക? ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാത ലുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഐസ്? ഓക്കെ, അപ്പോൾ ഞാനതിനകത്ത് ഒരു പോർഷൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഐസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിൻ കണ്ടന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ഈ ലൈൻ എവിടെയാണോ പാസേജിൽ വരിക എന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ആൻസർ. സോ വേർ ഇസ് ഇറ്റ്? യെസ്, ഇവിടെ ഉണ്ട് ആൻസർ. എന്താണ്? സോ ഐ ലുക്ക്ഡ് അറ്റ് ഹിം സ്ട്രെയിറ്റ് ഇൻ ദ ഐസ്. സോ ഈ ലൈൻ, the line that we are looking for is right here. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ആൻസറും തൊട്ട് അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താണ്? I decided I wasn't going to make it any easier for him. So I looked at him straight in the eyes. So ഇത്രയേ ഉള്ളൂ. പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏത് ആൻസർ ആണോ തിരയുന്നത് ആ ആൻസറിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് എവിടെയാണോ പാസേജിൽ വരിക എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആൻസർ കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? ഇതേ പാറ്റേൺ ആണെന്നെ അറിയാലോ. ഓക്കെ, വാട്ട് ചേഞ്ച് ഇൻ പോളിസി ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ് അബവ്? സോ വാട്ട് ഇസ് ദ ചേഞ്ച്? എന്താണ് ദ ചേഞ്ച് ഇൻ ദ പോളിസി? ഓക്കെ, ഞാൻ അണ്ടർലൈൻ ചെയ്തത് ചേഞ്ച് ഇൻ പോളിസിയാണ്. സോ അത് നമുക്ക് എവിടെയാണ് പാസേജിൽ നോക്കാം. അതിൻ്റെ അടുത്ത് ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എവിടെയാണ് ചേഞ്ച്? സോ എവിടെയാണ് ചേഞ്ച്? യാ, there's been a change in the policy. Change in policy. Change in policy. So അതിനോടടുത്ത് തന്നെ നമ്മളുടെ ആൻസർ ഉണ്ട്. What was the change ആണ് ക്വസ്റ്റ്യൻ. So what is the change this year regarding the school scholarship jacket? It has always been free. But ഇപ്രാവശ്യം എന്താണ് the changes? This year the board has decided to charge $15. So that is the change. അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ദ പോളിസി എന്ന് സെർച്ച് ചെയ്താൽ അതിനോട് ക്ലോസ് ആയിട്ടാണ് നമുക്ക് ആൻസർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സ്മോൾ ടിപ്പ്. എല്ലാ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും നമുക്ക് വേണ്ട ഉത്തരം അത് ഒരു ലൈൻ അതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യനത്തെ ആ വേർഡ് മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കില്ല, ദാറ്റ് വിൽ ബി ദ മെയിൻ കണ്ടൻറ്റ്. ഓക്കെ, ആ മെയിൻ കണ്ടൻറ്റ് വേർഡ് സെലക്ട് ചെയ്യുക, അത് പാസേജിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആൻസർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് വാസ് എ സ്മോൾ ടിപ്പ്.
So yes, this is the answer. Mother looked straight into the principal's eyes because she decided that she was not going to make it any easier for the principal. Okay, and the second one, the change in the policy was that the board has decided to charge $15 for the scholarship jacket. Alright, അപ്പോൾ ചെറിയ ടിപ്പ് ഒക്കെ ആണല്ലോ. പാസേജിനകത്ത് ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ടാവും. അതേതാണ് ആ വേർഡ്, ആ മെയിൻ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ വേർഡ് എവിടെയാണോ പാസേജിൽ നോക്കുക, അതിനോട് ക്ലോസ് ആയിട്ട് നമുക്കുള്ള ആൻസർ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് എ സ്മോൾ ടിപ്പ്. ഓൾറൈറ്റ്, സോ അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം അല്ലേ. ഹൗ ഡിഡ് ദ പ്രിൻസിപ്പൽ അപ്പിയർ ടു മാത വെൻ ഷീ എൻറ്റേർഡ് ഹിസ് റൂം. സോ മാത റൂമിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ എന്തായിരുന്നു പ്രിൻസിപ്പളിന് ഉണ്ടായിരുന്ന ഭാവം, എമോഷൻ എന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ്? ഇതാ, വാട്ട് ഇസ് ഇറ്റ്? He looked uncomfortable and unhappy. So we can write in the same pattern. When Martha entered his room, the principal looked uncomfortable and unhappy. So ഇവിടെ തന്നെ സംഭവം കിടപ്പുണ്ട്. ഓൾറൈറ്റ്, സോ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് എവിടെയാണെന്നുള്ളത് പാസേജ് ത്രൂ യു വിൽ ഗെറ്റ് ഈസിലി. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ, ഫസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്തോ ആയിട്ട് നമുക്ക് ആൻസറിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടെ കിടപ്പുണ്ടാവും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ. ഫസ്റ്റ് 3 ടൈപ്പിലും നേരിട്ട് പാസേജുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. 4th and 5th ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു നോക്കാം. He looked away and fished with the papers on his desk. The principal was, okay, പ്രിൻസിപ്പൾ പെട്ടെന്ന് മാർത്ത റൂമിലേക്ക് വന്നപ്പോൾ അവളേനെ നോക്കാണ്ട് അയാളുടെ മുന്നിലുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ, ഡെസ്കിലുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സോ ആ സമയത്ത് എന്തായിരിക്കും പ്രിൻസിപ്പളുടെ ഇമോഷൻ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കോൺഫിഡൻറ്റ്, നെർവസ്, ഓപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ കംഫർട്ടബിൾ. ഇതിത്തെ ഏതാണ് അയാളുടെ ഇമോഷൻ ആ സമയത്തുള്ളത്? ഏതായിരിക്കും? ഒബ്വിയസ്ലി ഈ 3 കാര്യങ്ങൾ, കോൺഫിഡൻറ്റ്, ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് കംഫർട്ടബിൾ എന്നുള്ള എന്താണ്, പോസിറ്റീവ് സെൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കാതെ വേറൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓഫ് കോഴ്സ് ദ ആൻസർ വിൽ ബി നെർവസ്. ഓക്കെ, സോ ദ പ്രിൻസിപ്പൽ ഇസ് നെർവസ്. ഓൾറൈറ്റ്, ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് 2 things happening at the same time. ഒരേ സമയം 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പക്ഷെ അതെങ്ങനെയാണ്? ബൈ ചാൻസ്. വേണം വെച്ചിട്ട് ചെയ്യുന്ന 2 കാര്യമല്ല, ബൈ ചാൻസ് സംഭവിക്കുകയാണ്. അപ്പോൾ പാസേജിൽ നിന്ന് അതിനെ പറ്റിയ വേർഡ് ചൂസ് ചെയ്യണം. ഏതായിരിക്കും വേർഡ്? ഇപ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുകയാണ്, പക്ഷെ ബൈ ചാൻസ് ആണ്, വേണം വെച്ചിട്ടല്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഈസ് കോയിൻസിഡൻസ്. ഓക്കെ, സോ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? നേരിട്ട് പാസേജിലുള്ളതായിരിക്കും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് പാസേജാണ്, സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസേജ്, അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോയട്രി ബേസ്ഡ് ആയിരിക്കും. പോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ്. ഫസ്റ്റ് വൺ ഒരു പാസേജ് ആയിരുന്നു, അത് നമുക്ക് സ്റ്റോറി എന്നുള്ള പാസേജ് ആയിരുന്നു. വേറാസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് സംതിങ് റിലേറ്റഡ് ടു പോം ഓർ പോയട്രി. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ളത് മദർ ടു സൺ എന്നുള്ള പോയത്തെ ഒരു സ്റ്റാൻസയാണ്. ഓക്കെ, അതിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോം തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പോമാണ്. വാട്ട് ഡു ടാക്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ഇംപ്ലൈ? സോ പോമിനകത്ത് വരുന്ന ടാക്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്, വാട്ട് ഡു ദേ ഇംപ്ലൈ? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദാറ്റ്? ടാക്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാർഡ്ഷിപ്സ് ആൻഡ് സഫറിങ്സ്. ഹാർഡ്ഷിപ്സ് ആൻഡ് സഫറിങ്സ് ആണ് ആ വേർഡ് കൊണ്ട് പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് മെറ്റഫർ ഫ്രം ദ സ്റ്റാൻസ. തന്നിരിക്കുന്ന സ്റ്റാൻസയിൽ നിന്ന് ഒരു മെറ്റഫറിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ മെറ്റഫേഴ്സ്? മെറ്റഫേഴ്സ് ആർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലേ. നമ്മൾ പോയിംസിലും യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഒരു സാധനം, ഒരു വസ്തു മറ്റൊരു വസ്തു ആണ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ മെറ്റഫേഴ്സ് യൂസ് ചെയ്യുക അല്ലേ. മെറ്റഫേഴ്സ്, സിമിലീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ ഏതാണ് മെറ്റഫർ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വിച്ച് ഇസ് ഇറ്റ്? ലൈഫ് ഫോർ മീ
ain't no crystal stair. ഇതാണ് നമ്മളുടെ പോംനകത്ത് വരുന്ന ഒരു മെറ്റഫർ. ഓക്കെ, സോ ജീവിതത്തിന് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ, ഈ രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു ഒരു റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് മെറ്റഫറായി മാറിയത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ദ ഫ്രേസ് നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻ? നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻസ് വാട്ട് ഇസ് ദാറ്റ്? ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുമ്പോൾ വെരി സ്മൂത്ത് അല്ലേ, ഒട്ടും റഫ് അല്ലാത്ത ഒരു സ്മൂത്തായിട്ട് തിളക്കമുള്ളൊരു സാധനമാണ് ക്രിസ്റ്റൽ സ്റ്റെയർ. പക്ഷേ ലൈഫ് എങ്ങനെയാണ്? ലൈഫ് ain't no crystal stair അല്ലേ? ലൈഫ് ഫോർ മീ ain't be no crystal stair. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് ആണോ? നോ അല്ലേ? സോ നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻസ് വാട്ട് ഈസ് ദ മീനിങ്? ഇറ്റ് മീൻസ് നോട്ട് സ്മൂത്ത്, റഫാണ്, ലൈഫ് ഈസ് റഫ് അല്ലേ? ഓൾ റൈറ്റ്, ദെൻ ദ മദേഴ്സ് ലൈഫ് വാസ് നോട്ട് കംഫർട്ടബിൾ, ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് പെയിൻഫുൾ. ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ എപ്പോഴും സ്മൂത്തായി പോകുന്ന ഒരു ലൈഫ് അല്ലായിരുന്നു എൻ്റെ മദറിൻ്റെ ലൈഫ്. ഹൗ വാസ് ദാറ്റ്? ഇറ്റ് വാസ് നോട്ട് കംഫർട്ടബിൾ, ഇറ്റ് വാസ് ഹാർഡ് ആൻഡ് പെയിൻഫുൾ. അതുകൊണ്ട് തന്നെ ദ ലൈഫ് ഇസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. അതാണ് പോയിന്റിനകത്ത് മെയിൻ തീം അല്ലേ? നിങ്ങൾക്കറിയും. ഓൾ റൈറ്റ്, സോ ദ 9th ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് വേർഡ് ബെയർ ആസ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ സ്റ്റാൻസ. ലാസ്റ്റ് ലൈനിൽ ബെയർ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ബെയർ ഇൻഡിക്കേറ്റ്സ് പോവർട്ടി, ബ്ലാങ്ക് ഓർ എംറ്റി. ബെയർ എന്ന് പറയുമ്പോൾ പോവർട്ടി, ബ്ലാങ്ക് ആൻഡ് എംറ്റി, ഒന്നുമില്ലാത്ത ഒരു ലൈഫ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ക്രിസ്റ്റൽ സ്റ്റെയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളുടെ പാഠഭാഗത്തു നിന്നുള്ള കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുറത്തുനിന്നാണ്. ഓക്കെ, ദിസ് ഇസ് എ പാസേജ് ദാറ്റ് കംസ് ഫ്രം ഔട്ട് ഓഫ് ദ സിലബസ്. ഓക്കെ, സോ പാസേജ് തന്നിട്ടുണ്ട്, സെയിം ആണ്, പാസേജ് തന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ബേസ്ഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് അറിയാത്ത പാസേജാണ് അല്ലേ? സോ ഫസ്റ്റ് പാസേജ്, ഇറ്റ്സ് അബൌട്ട് എന്തിനെക്കുറിച്ചാണ് പാസേജ് എന്ന് ജസ്റ്റ് ഒരു ഐഡിയ വയ്ക്കുക. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് എ renowned teacher. The passage is about a renowned teacher. And the first question എന്താണ്? Why was the teacher known to be very effective? എന്തുകൊണ്ടാണ് ടീച്ചർ ഭയങ്കര എഫക്റ്റീവ് ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആൻസർ എഴുതുമ്പോൾ നമുക്കറിയാം എന്താണ്. ഫസ്റ്റ് ടിപ്പാണ്, ദ ടീച്ചർ വാസ് നോൺ ടു ബി വെരി എഫക്റ്റീവ് ബിക്കോസ് എന്താണ്? ആസ് മെനി ഓഫ് സ്റ്റുഡൻസ് ഗ്രൂ അപ്പ് ടു ബിക്കം ഗ്രേറ്റ് മാസ്റ്റേഴ്സ്. അതെവിടെയാണ് വരുന്നത്? ദ ടീച്ചർ, ഇറ്റ് ഇസ് അബൌട്ട് എ റിനൗണ്ട് ടീച്ചർ അല്ലേ? ആൻഡ് ഹി വാസ് വെരി എഫക്റ്റീവ് ബിക്കോസ് മെനി ഓഫ് ഹിസ് സ്റ്റുഡൻസ് ഗ്രൂ അപ്പ് ടു ബിക്കം ഗ്രേറ്റ് മാസ്റ്റേഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനോ, what was the request of the other boys when the boy stole things again? ഓക്കെ, വീണ്ടും കുട്ടി മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ബാക്കി കുട്ടികളുടെ റിക്വസ്റ്റ്? സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനിലത്തെ ആൻസർ നമ്മൾ ചൂസ് ചെയ്തു. ദ റിക്വസ്റ്റ് ഓഫ് ദ അതർ ബോയ്സ് വാസ്, എന്തായിരുന്നു റിക്വസ്റ്റ്? ഇറ്റ് വാസ്, റിക്വസ്റ്റ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. സോ എവിടെയാണ് ഇവിടെ റിക്വസ്റ്റ് വരുന്നത്? ദേ റിക്വസ്റ്റഡ്. ഓക്കെ, സോ ആ ഒരു വേർഡ് വേണം നമ്മൾ തിരഞ്ഞു പോകാൻ. ട്രിക്ക് മനസ്സിലായല്ലോ? ക്വസ്റ്റ്യനിലത്തെ ഏത് വേർഡാണോ നമുക്ക് വേണ്ടത് അത് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ വേർഡ് വാസ് വെരി എഫക്റ്റീവ്. വെരി എഫക്റ്റീവ് എവിടെയാണ് വരുന്നത് നോക്കുക ആൻഡ് ദെയർ യു വിൽ ഗെറ്റ് ദ ആൻസർ. ദാ വെരി എഫക്റ്റീവ് ടീച്ചർ എന്ന് പറയുന്നതിൻ്റെ അടുത്തുണ്ട് ദ ആൻസർ. മെനി ഓഫ് ഹിസ് ചിൽഡ്രൻ or many of his students grew up to become great masters. And the second question was, what was the request of the boys? So passage പോവാ, എവിടെയാണോ റിക്വസ്റ്റ് വരുന്നത് അവിടെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഉണ്ടാവും. So what was the request? They requested the teacher to dismiss the thief. അല്ലേ? The other boys
request was to dismiss the thief from the monastery. ആ തീഫിനെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. സോ ആ ടിപ്പ് ഏതാണോ ക്വസ്റ്റ്യനിൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള വേർഡ് എന്ന് കണ്ടുപിടിക്കുക, അത് പാസേജിൽ പോയി തിരയുക, യുൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അതിനോട് അടുപ്പിച്ച് എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് ആൻസർ ഉണ്ടാവുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് ദ അതർ ബോയ്സ് ത്രെറ്റൻ ദ ടീച്ചർ ഫോർ ഹിസ് ഇനാക്ഷൻ? സോ ഇവിടെ തരേണ്ട വേർഡ് ഏതായിരിക്കും? ത്രെറ്റൻ. ത്രെറ്റൻ എന്നുള്ള വാക്കാണ് നമ്മൾ തിരയേണ്ടത്. ഓക്കെ, നമ്മൾ പാസേജിലെത്തി ആൻഡ് വി ഹാവ് ടു സെർച്ച് ഫോർ ത്രെറ്റൻ. ത്രെറ്റൻ എന്നുള്ള വാക്ക് എവിടെയാണോ ഇരിക്കുന്നത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. യെസ്. ഓക്കെ, സോ ത്രെറ്റൻ എന്നുള്ള വാക്ക് എവിടെയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നമുക്ക് ആൻസർ ഉണ്ടാവും. സോ എവിടെയാണ് ത്രെറ്റൻ വരുന്നത്? ത്രെറ്റൻ ഇസ് ഹിയർ. ഇവിടെ ത്രെറ്റൻ്റെ കിടക്കുന്നുണ്ട്. സോ ദ ആൻസർ വിൽ ബി നിയർ ടു ദാറ്റ്. ഓക്കെ, സോ എന്താണ്? ദേ even threatened to leave as a group if the boy was allowed to stay in the monastery. Okay, എന്താണ്? Answer was the other boys threatened the teacher that they would leave as a group if the boy was allowed to stay. Okay, so നമ്മൾ നേരെ പോയി ത്രെട്ടനിൻ്റെ പ്ലേസ് എവിടെ നോക്കി, അവിടെ നമ്മുടെ ആൻസർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ഉണ്ടാവും, അത് പാസേജിൽ പോയി തിരഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ വാസ് ദ ടീച്ചർ നോട്ട് വറീഡ് അബൌട്ട് അതർ ബോയ്സ്? ഓക്കെ, അതർ ബോയ്സിനെ കുറിച്ച് ദ ടീച്ചർ ഇസ് നോട്ട് വറീഡ്. വൈ? എന്തായിരിക്കും ആൻസർ? When they had assembled, he said to them, "You are all good boys who know what is right and what is wrong." എന്തുകൊണ്ടായിരുന്നു? ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് അതർ ബോയ്സ്. അതർ ബോയ്സിനെ കുറിച്ച് വറീഡ് അല്ലായിരുന്നു. കാരണം ദേ ആർ ഗുഡ് ബോയ്സ്. They are, what are they? They knew that they were good boys who knew that what was right and what was wrong. Okay, and the last question, 15th question, what reason did the teacher give for not dismissing the boy? മറ്റേ കുട്ടീനെ ഡിസ്മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് റീസൺ ആണ് ടീച്ചർ കൊടുത്തത്? വാട്ട് ഇസ് ദാറ്റ്? ഹിയർ ആർ സം ക്വസ്റ്റ്യൻസ് അല്ലേ, താഴത്തോട്ട് നോക്കി കാണാം. യു ആർ ഓൾ ഗുഡ് ബോയ്സ്. സോ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ഗുഡ് ബോയ്സ് ആണ്. സോ അപ്പം എന്തോ പറയാൻ പോവാണ്. സോ ദ റീസൺ വിൽ ബി ദെയർ, ദ ലാസ്റ്റ് പോർഷൻ. എന്താണ്? ബട്ട് വാട്ട് അബൌട്ട് യുവർ ബ്രദർ who does not know the difference between right and wrong? Who will teach him if I don't? So you are all good boys. അല്ലേ, നിങ്ങളൊക്കെ ഗുഡ് ബോയ്സ് ആണ്. തെറ്റ് ശരിയൊക്കെ അറിയാം. നിങ്ങൾ പോയാലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷേ തെറ്റും ശരിയും നമ്മൾ അറിയാത്ത ഈ നിങ്ങളുടെ കൂടെയുള്ള ഈ കൂട്ടുകാരന് ഞാനല്ലാണ്ട് വേറെ ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ദാറ്റ് വാസ് ദ റീസൺ. ആൻഡ് ദ റീസൺ ഇസ് ദ ബോയ് ഡസൻറ്റ് നോ വാട്ട് ഈസ് റോങ് ആൻഡ് റൈറ്റ്. If the teacher dismissed him, there was nobody to teach him. Okay, so unknown passage ആണ്, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആൻഡ് ഓൾ ദ ആൻസേഴ്സ് വിൽ ബി ദെയർ ഇൻസൈഡ് ദ പാസേജ് ഇറ്റ് സെൽഫ്. ഓക്കെ, പാസേജിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആൻസേഴ്സും ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ഡിസ്കോഴ്സസ് റൈറ്റിംഗ് എ നെറേറ്റീവ്. നെറേറ്റീവ് എഴുതാനാണ്. നെറേറ്റീവ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്റ്റോറി മോഡിലൊരു പാരഗ്രാഫ് എഴുതുക, അതിനാണ് നെറേറ്റീവ്സ് എന്ന് പറയാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, Satyajit Ray had to face several difficulties while shooting the film Goobi Gaine Bagh Baine. Prepare a narrative based on Ray's experiences in shooting the film with the tiger. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കൂടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ടാവും. ആൻഡ് അക്കോർഡിംഗ് ടു ദീസ് ഹിൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഈ ഹിൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി പറയുന്ന പോലെ, അല്ലെങ്കിൽ കണക്ഷനുള്ള ഒരു കാര്യം പറയുന്നത് പോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നിങ്ങളതിനെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അല്ലേ. സോ എങ്ങനെയാണ് സത്യജിത് റോയ് ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം? ജനറലൈസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ,
എന്നിട്ട് അതിന് ശേഷം വേണം കാര്യങ്ങളിലേക്ക് പോകാൻ. അല്ലാണ്ട് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയല്ല, ആദ്യം ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. അപ്പോൾ സത്യജിത്ത് റോയിന് ഫിലിം ഷൂട്ട് ചെയ്യാൻ കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഒന്നൊന്നായിട്ട് ഓരോന്നും പറയാം. ഫോർ ദ ഫസ്റ്റ് ഹിൻ്റ് ഏതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഷൂട്ടിംഗ് അറ്റ് നോട്ടംഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തു ദ ഷൂട്ടിംഗ് വാസ് ഇൻ എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രീവ് ഇൻ നോട്ടംഗ്രാം. കണക്ട് ചെയ്യാണ് കേട്ടോ, ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാരഗ്രാഫ് ആക്കുക, ഒരു നെറേറ്റീവ്, ഒരു കഥ പറയുന്ന പോലെ, അവിടെ എന്താണ് ഉണ്ടായെന്ന് പറയുന്ന പോലെയുള്ളൊരു പാരഗ്രാഫ് ആക്കുക. അതാണ് നമ്മൾ നെറേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പാരഗ്രാഫ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ഫെഡ്. ഓക്കെ, അലറി വിത്ത് 2 well-fed tigers arrived. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗത്തിൽ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ എങ്ങനെയാണോ ഷൂട്ടിംഗ് നടന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് പോർഷനിലേക്കും നമ്മൾ കുറച്ചുകൂടി ജനറൽ ആവുകയാണ്. പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. എന്താണ്? ദർ വാസ് ലോട്ട് ഓഫ് പീപ്പിൾ ദെയർ ഹു വർ നോട്ട് ഈവൻ റെഡി ടു മൂവ്. ഓക്കെ, നിന്ന സ്ഥലത്ത് നിന്ന് മാറും കൂടി ചെയ്യാതെ കുറേ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് പറ്റി? ടൈഗറിന് ദേഷ്യം വരികയാണ്. ദ ഡോർ ഓഫ് ദ കേജ് വാസ് opened and the tiger emerged with a loud roar and charged straight at the villagers. യേശു വന്നിട്ട് ഒച്ചുണ്ടാക്കിയിട്ട് വില്ലേജറിൻ്റെ അടുത്തേക്ക് പോവാണ്. ആൻഡ് ഫ്രം ദെയർ ഓൾ ദ വില്ലേജേഴ്സ് ഡിസപ്പിയർഡ് ഫ്രം ദ സീൻ. അവിടെ വെച്ചിട്ട് വീണ്ടും ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു. പിന്നെ ടൈഗറിൻ്റെ മൂഡൊക്കെ മാറിയതിന് ശേഷം എഗെയിൻ വീണ്ടും അവർക്ക് ദ ഷോട്ട്സ് വർ ടേക്കൺ എഗെയിൻ വെൻ ദ ടൈഗർ ബിക്കെയിം നോർമൽ എഗെയിൻ. ഓക്കെ, സോ ഈ രീതിയിൽ അപ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ജനറൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ആൻഡ് ദ നെക്സ്റ്റ് പോർഷനിൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ആ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പറയും. ഓക്കെ, ആൻഡ് ടുവേർഡ്സ് ദ എൻഡിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് എന്നുള്ളതും ഒരു ജനറൽ രീതിയിൽ നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ജനറൽ പാറ്റേൺ ഓഫ് എ നെറേറ്റീവ്. ഇത്ര വിചാരിച്ചാൽ മതി. ആ പോയിൻറ്റ്സ് തന്നിട്ടുള്ള ഹിൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതുന്നു, അതിനുശേഷം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ മേജർ പോയിൻറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾ എഴുതുന്ന സമയത്ത് പോയിൻറ്റ്സ് ഒക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ അത് വായിക്കുന്ന ആൾക്ക് അത് രസം കൂടി തോന്നുന്ന രീതിയിൽ എഴുതുക. ദാറ്റ് ഇസ് എ നറേറ്റീവ്. ആൻഡ് അങ്ങനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 17 എന്ന് പറയുന്നതും നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നെയാണ്. വാങ്ക എന്ന് പറയുന്ന ആൻറ്റൺ ചെക്കോവിൻ്റെ സ്റ്റോറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഓൾസോ എ ഡിസ്കോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇതൊരു ഡിസ്കോഴ്സ്ഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ എഴുതാനുള്ളത് എന്താണ്? ഇറ്റ് ഈസ് പ്രിപ്പയർ എ റൈറ്റപ്പ്. ഒരു റൈറ്റപ്പാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ദ ടോപ്പിക് ഈസ് പ്രിവെൻറ്റിങ് ചൈൽഡ് അബ്യൂസ്. സോ വാങ്ക എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, വാങ്കേനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹാർഡ്ഷിപ്സും വാങ്കയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സോ നമ്മളൊരു റൈറ്റപ്പ് എഴുതണം. ആ റൈറ്റപ്പിൻ്റെ ടോപ്പിക് ഈസ് പ്രിവെൻറ്റിങ് ചൈൽഡ് അബ്യൂസ്. സോ എങ്ങനെയാണ് റൈറ്റപ്പ് എഴുതാൻ നോക്കിയാലോ? യെസ്, സോ ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഭാഗത്തിൽ കൊടുക്കേണ്ടത് ആ ചാപ്റ്ററിൻ്റെ പേരും പിന്നെ ആ ഓഥറിൻ്റെ പേരും വരണം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതും വരണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രിവെൻറ്റിംഗ് ചൈൽഡ് അബ്യൂസ് ഇൻ വാങ്ക ബൈ ആൻറ്റൺ ചെക്കോവ്. സോ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നു. എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്, അത് ആരുടെ സ്റ്റോറിയാണ്, ആരാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് തീം അല്ലേ, തീം മെയിനായിട്ട് വാങ്കയിൽ എന്താണോ തീം ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കുക. പിന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്തൊക്കെയാണ് വാങ്ക അവിടെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെന്ന്. എന്തൊക്കെയായിരുന്നു? Vanga is able to outline the mistreatment that he receives from his master Eliakim. Okay, പിന്നെന്താണ്? He is an orphan boy who is forced to work as an apprentice and he suffers numerous beatings and misfortune. So ഫസ്റ്റ് എഴുതുന്ന സമയത്ത് എന്താണോ നമ്മൾ എഴുതാൻ പോകുന്നതെന്നാണ് ഫസ്റ്റ് വരേണ്ടത്. ദ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് അബ്യൂസ്, ദെൻ ദ ചാപ്റ്റർ, ഓഥറിൻ്റെ പേര് വന്നു. അതിനുശേഷം മെയിനായിട്ട് വാങ്കയിൽ ഡിസ്കസ് ചെയ്യുന്ന തീം എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തൊക്കെ സഫറിങ്സ് ആണ് വാങ്കയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ആ വീട്ടിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റപ്പ്
റെഡിയാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17 നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഹിൻസ് ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റൈറ്റപ്പ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താണ്? ഇമാജിൻ ദറ്റ് യു മെറ്റ് ദ ബോയ് ഇൻ ദ സ്റ്റോറി Adventures in a Banyan Tree. You ask him about the fight between the mongoose and the cobra. Mongoose and the cobra. Prepare a lively conversation. Okay, so എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? We are going to make a conversation. And topic എന്താണ്? You are going to make a conversation between you and the boy in the story. നിങ്ങളും ആ സ്റ്റോറിനകത്ത് ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ആൻഡ് ദ ടോപ്പിക് ഇസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സോ ഓഫ് കോഴ്സ് കോൺവെർസേഷൻ ആകുമ്പോൾ എന്താണ്? ഡയലോഗ്സ് ആണ് അല്ലേ? ഡയലോഗ്സിലൂടെയാണ് നമ്മൾ ഐഡിയാസ് കൺവേ ചെയ്യുക. സോ അതിൻ്റെ ഒരു സാമ്പിൾ എങ്ങനെയാണ്? മീ, ഹലോ, ഹൗ വാസ് യുവർ വെക്കേഷൻ? സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. വെൻ യു ആർ റൈറ്റിംഗ് എ കോൺവെർസേഷൻ, വെൻ യു ആർ എൻഗേജിങ് ഇൻ എ ഡയലോഗ്, ഒരാളിട്ട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് വേണ്ട സാധനം ഗ്രീറ്റിംഗ്സ് ആണ്. ഓക്കെ, സോ ഹലോ, ഹായ്, ഹൗ ആർ യു? ഓക്കെ, ഓൾ ദീസ് ആർ ഗ്രീറ്റിംഗ്സ്. സോ ഈ ഗ്രീറ്റിംഗ്സ് വെച്ചിട്ട് വേണം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു കോൺവെർസേഷൻ ആണെങ്കിലും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ട്. ഗ്രീറ്റിംഗ്സ് വെച്ചിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഹലോ, ഹൗ വാസ് യുവർ വെക്കേഷൻ? ദ ബോയ്, ഇറ്റ് വാസ് അമേസിങ്. I came across an exciting incident during my vacation. Then tell me what it is. എന്താണെന്ന് ചോദിക്കുന്നു. And the boy is telling that he witnessed a fight between the cobra and the mongoose. So വല്ലാണ്ട് നീട്ടി പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഏകദേശം ടോപ്പിക്കിലേക്ക് എത്താം. സോ ആദ്യം ഒരു ഗ്രീറ്റിംഗ്സ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരിട്ട് ടോപ്പിക്കിലേക്ക് വരികയാണ്. സോ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര. സോ എന്താണ് ഫൈറ്റ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, ടെൽ മീ അബൌട്ട് ഇറ്റ്, ഹൂ വൺ? എന്നിട്ട് ദ ബോയ് ഈസ് ടെല്ലിങ് അബൌട്ട് ദ കോബ്ര. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ ബട്ട് മംഗൂസ് വാസ് ക്ലെവർ, ഹി വൺ ദ ഫൈറ്റ്. സോ ക്രിസ്പായിട്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യം നമ്മൾ കോൺവെർസേഷനിലൂടെ പറയാം. ബെല്ലും ബ്രേക്കും ഇടാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻസ്. സോ ഫസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് വെച്ച് തുടങ്ങുന്നു, പിന്നെ നമ്മൾ ഡയറക്റ്റിൽ എന്താണോ ടോപ്പിക്കിലേക്ക് പോകുന്നു. ആഫ്റ്റർ ദാറ്റ് സിമ്പിളായിട്ട് ബ്രീഫായിട്ട് എന്താണോ ഉണ്ടായ കാര്യമെന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ യു മേക്ക് എ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 19th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡ്രാഫ്റ്റ് എ നോട്ടീസ്. ഓക്കെ, ഡിസ്കോസ് തന്നെയാണ് ഇവിടെയും, ഇതൊരു നോട്ടീസാണ്. ഓക്കെ, യു ഹാവ് ടു ഡ്രാഫ്റ്റ് എ നോട്ടീസ്. എന്താണ് ടോപ്പിക്ക്? ഇറ്റ് ഈസ് the film club of your school has decided to conduct a documentary film festival. ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാൻ ആര് തീരുമാനിച്ചിട്ടുണ്ട്? ഫിലിം ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ്. ആൻഡ് യു ഹാവ് ടു ഡ്രാഫ്റ്റ് എ നോട്ടീസ്. ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവൈറ്റിംഗ് എവ്രി വൺ ടു ദ ഫെസ്റ്റിവൽ. എവ്രി വൺ, എല്ലാവരെയും ആ ഫെസ്റ്റിവലിലേക്ക്, ആ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ നോട്ടീസ് വേണ്ടത്. അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇതാ. സോ ആദ്യം തന്നെ ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ്? നോട്ടീസ്. ഇതെന്തായാലും വേണം. ഓക്കെ, നോട്ടീസ് എന്നുള്ളതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ഇസ് നോട്ടീസ്. പിന്നെയോ ഇതെവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൻ്റെ പേര്. സോ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് ഇസ് സബ്ജക്റ്റ്. എന്തിനു വേണ്ടിയാണ് നോട്ടീസ് എഴുതുന്നതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതുക. സോ എന്താണ്? ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം നമ്മൾ നേരിട്ട് കണ്ടൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ക്രിസ്പ്. ഓക്കെ, ഭയങ്കര ബ്രീഫായിട്ട് നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻ കൺവേ ചെയ്യുക. അതാണ് നോട്ടീസിലൂടെ. അല്ലാണ്ട് സാഹിത്യം പരമായിട്ട് നമുക്ക് കുറേ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഏറ്റവും ബ്രീഫായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതാണ് നമ്മളൊരു നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ നോട്ടീസ്, സ്കൂളിൻ്റെ പേര്, എന്തിനു വേണ്ടാണ് നോട്ടീസ് എഴുതുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇനി ഇൻഫോർമേഷൻസ് കൊടുക്കുകയാണ്. എന്താണ്? ദിസ് ഇസ് ടു ഇൻഫോം ഓൾ ദാറ്റ് എന്താണ് എ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ ഇസ് ബീൻ ഓർഗനൈസ്ഡ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എന്നാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? ഫ്രം August 5 to August 7, 2020. ഓഗസ്റ്റ് 5 മുതൽ 7 വരെയാണ് നമ്മൾ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വന്നു. ഓക്കെ, സോ വെൻ എന്നുള്ള പോയിന്റ് വന്നു. അതിനുശേഷം ഫ്രം 9 AM to 2 PM. പിന്നെ വേണ്ടത് എന്താണ്? ടൈം 9 AM to 2 PM ടൈമാണ്. ഓക്കെ, അതും വെന്നിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ വേണ്ടത് എവിടെ വെച്ചാണെന്ന് വേണ്ടേ. സോ ദ വെന്യൂ വിൽ ബി ദ സ്കൂൾ ഓഡിറ്റോറിയം ആൻഡ് ദെൻ all are invited. ഓക്കെ, സോ നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടീസ് ചെയ്താൽ അത് ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. സോ വെൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വേണ്ടത് വേർ, എവിടെ വെച്ചാണോ നിങ്ങൾ ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ ആൻസർ ചെയ്യേണ്ടത്. ഏറ്റവും ഫസ്റ്റ് ഈസ് വൈ. സോ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നോട്ടീസ്, നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ദെൻ why are you writing this notice. when is the program, എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ പറയാൻ പോകുന്നത്, ആ പരിപാടി എപ്പോഴാണ്, എന്നാണ്. പിന്നെ ആ വെന്നിൽ തന്നെ ഭാഗമായിട്ട് വരും ടൈം, ഏത് സമയത്താണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വേർ, എവിടെ വെച്ചാണ് ഈ പരിപാടി. സോ when you write a notice, it should be brief and all the information should be given. അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എന്താണ്, all are invited. എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടീസ് എഴുതുന്നത്. സോ all are invited. ഓക്കെ, എന്നിട്ട് അവസാനം എന്താണ്, ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിലിം ക്ലബ് സെക്രട്ടറീനെ കോൺടാക്ട് ചെയ്യും. ആ ലാസ്റ്റ് പറയുന്നത് സാല്യൂട്ടേഷൻ. സാല്യൂട്ടേഷൻ എന്നത് ആരെയാണോ നിങ്ങൾ സമീപിക്കേണ്ടത്, ആരാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് തന്നെയാണ് സാല്യൂട്ടേഷൻ എന്ന് പറയാം. അത് നമ്മൾ എവിടെ എഴുതും, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ എഴുതും. ആളുടെ പേര്, ആളുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്താണെന്നുള്ളത്. ഇവിടെ അത് ഫിലിം ക്ലബ് സെക്രട്ടറി ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡ്രാഫ്റ്റ് എ നോട്ടീസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ 20th ക്വസ്റ്റ്യൻ. എന്താണ് 20th ക്വസ്റ്റ്യനും ഒരു ഡിസ്കോഴ്സ് തന്നെയാണ്. നമ്മൾ എന്താണ് എഴുതേണ്ടത്, നമ്മൾ എഴുതേണ്ട ഒരു ഡയറി എൻട്രി ആണ്. റൈറ്റ് എ ഡയറി എൻട്രി. ഓക്കെ, സോ ദ ഹോമിയോപത്ത് managed to reach his friend's house after the terrible incident. He was unable to sleep that night. He joined down his feelings in his diary. Write the likely diary entry. So എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി, അതിൻ്റെ ഫോമാറ്റ് എന്താണ് നോക്കാം. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ഡേറ്റ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് വേണ്ടത് ഡേറ്റ് ആണ്. നമ്മൾ എന്നാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണോ മാസം എന്നുള്ളത് വേണം. ആൻഡ് അന്നേ ദിവസത്തെ ഡേറ്റ്, ആ കൊല്ലം, ഏത് കൊല്ലത്തിലാണോ എഴുതുന്നത്. ഓക്കെ, സോ ദാറ്റ് ഷുഡ് കം ഇൻ ദ ലെഫ്റ്റ് സൈഡ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഡേ. ഓക്കെ, സാറ്റർഡേ ആണോ സൺഡേ ആണോ മൺഡേ ആണോ ഏതാണ് ആ ഡേ എന്നുള്ളത് റൈറ്റ് സൈഡിൽ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ ഡയറി എൻട്രി. ഡയറി എൻട്രി എഴുതുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഫീലിങ്സ് ആണ് അല്ലേ. ഡയറി നമ്മൾ എന്തിനാണ് എഴുതുക, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ ആൾക്കാർ കാണുകയൊന്നും ചെയ്യില്ല, നമ്മൾ ഡയറി ആർക്കും കാണിച്ചു കൊടുക്കുകയൊന്നുമില്ല അല്ലേ. അപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസ് വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, അത് വായിക്കുന്ന ആൾക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ അതിനകത്ത് വരണം. പേടി ഉണ്ടെങ്കിൽ പേടി വരണം, സന്തോഷമാണെങ്കിൽ സന്തോഷം അതിലൂടെ എക്സ്പ്രസ് ആയി വരണം. ഓക്കെ, അതാണ് ഡയറി എൻട്രിയുടെ പ്രത്യേകത. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. മൈ ഗാഡ്, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു സ്ലീപ്പ് ടു നൈറ്റ്. സാധാരണമായിട്ട് ഓക്കെ, നമ്മൾ മറ്റൊരാളോട് പറയല്ല, ഡയറി എൻട്രി നമ്മൾ സ്വയം എഴുതുകയാണ്. അപ്പോൾ ഈശ്വര എനിക്കിന്ന് ഉറങ്ങാൻ കൂടെ പറ്റും തോന്നുന്നില്ല, നമ്മൾ സ്വയം പറയില്ലേ, ആ രീതിയിലാണ് നിങ്ങളൊരു ഡയറി എൻട്രി എഴുതേണ്ടത്. ഓക്കെ, ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ് ഡയറി എൻട്രി. സോ ആ ഒരു ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ ഡയറീസിൽ എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ആ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടൊരു സ്റ്റാർട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് എന്താണോ ആ ഇൻസിഡൻറ്റ്
അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല, എന്താ കാരണം? അതാണ് നെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ടുഡേ ഐ വാസ് അഡ്മയറിംഗ് മൈസെൽഫ് ഇൻ ദ മിറർ and decided to shave daily and grow a thin mustache. However, while I was admiring my beauty, I saw a snake in the mirror coiling over my arm. For some time, I stood like a stone and forgot the beauty I had. Okay? So, എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ ആണ് നമ്മൾ സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റീസൺ ആണ് കൊടുത്തിട്ടുള്ളത്. And in the last paragraph, എന്താണ്? I just strived for my life. I stayed calm and let the snake coil over my arm. The snake looked at itself in the mirror as if it was admiring its beauty and vanished away. I still feel scared to think about that moment. So, എന്താണ് റീസൺ എന്നുള്ളത് കൊടുത്തതിന് ശേഷം എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സൊല്യൂഷൻ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഡയറി എൻട്രി എഴുതുമ്പോൾ ഫോമാറ്റ് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ ഡേറ്റും കാര്യങ്ങളും വരിക. ഡേറ്റ്, അന്നത്തെ ദിവസത്തെ ഡേറ്റ് വേണം, അത് ഏത് മാസത്തിലാണ്, അത് ഏത് ഇയറിലാണെന്നുള്ളത് വേണം. പിന്നെ എന്താ വേണ്ടത്, അത് ഏത് ദിവസമാണ്, സാറ്റർഡേ ആണോ സൺഡേ ആണോ മൺഡേ ആണോ എന്നുള്ളത് യു ഹാവ് ടു ചൂസ് ആൻഡ് റൈറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സാധാ പേഴ്സണൽ ലാംഗ്വേജിലാണ് നമ്മൾ ഡയറീസ് എഴുതുക. അത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആ ലൈൻസിൽ വരണം. ഓക്കെ, ഓൾ റൈറ്റ്. സോ ദാറ്റ് ഈസ് ഹൗ യു റൈറ്റ് എ ഡയറി. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ നമ്മളുടെ 21st ക്വസ്റ്റ്യനും സെയിം ആണ്. നമ്മൾ ഡിസ്കോസ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഡിസ്കോസ് എന്താണ്? വി ആർ ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്ററാണ് നമ്മൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ലെറ്റർ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്റർ തന്നെയാണ്. ഓക്കെ, സോ അതെന്താ നോക്കാം. എന്താണ്? After reading the anecdote, the best investment I ever made, you decide to write a letter to Mr. John, congratulating him. So, ഈ അനക്ഡോട്ട് വായിച്ചതിന് ശേഷം അതിലത്തെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള മിസ്റ്റർ ജോണിന് നിങ്ങളൊരു ലെറ്റർ എഴുതാൻ പോവാണ്, അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് ആ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് നോക്കാം. സോ ലെറ്റർ എഴുതുമ്പോൾ എന്താണ് മെയിൻ ഫോമാറ്റ്? ഫസ്റ്റ് വൺ ഇസ് നമ്മൾ ഫ്രം അഡ്രസ്സാണ് എഴുതുക. ആരാണോ ലെറ്റർ എഴുതുന്നത് അയാളുടെ അഡ്രസ്സാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ നെയിമിൻ്റെ സ്ഥലത്ത് എന്താണ്? ഇറ്റ് ക്യാൻ ബി എനി വൺ, XYZ. ഓക്കെ, ഒരു പേര് കൊടുത്തതാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു നെയിം കൊടുക്കുക. പിന്നെ ഈ XYZൻ്റെ അഡ്രസ്സ് എന്താണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ വരുന്നത് ടു അഡ്രസ്സാണ്. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അയാളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആരാണ്? മിസ്റ്റർ ജോൺ വില്ല, ലണ്ടൻ. ഓക്കെ, ജോണിനാണ്, ജോണിൻ്റെ വീടിൻ്റെ പേര് ജോൺ വില്ല. ആഫ്റ്റർ ദാറ്റ് എവിടെയാണോ സ്ഥലം. ഓക്കെ, സോ ഫ്രം അഡ്രസ് ടു അഡ്രസ്. പിന്നെ വരുന്നതാണ് സാല്യൂട്ടേഷൻ. സാല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഡിയർ രമേശ് അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, ഡിയർ പ്രിയ എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. സോ അൺഫെമിലിയർ മീൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട് അല്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഡിയർ സർ. ഓക്കെ, ഇതാണ് സാല്യൂട്ടേഷൻ. ഡിയർ സർ, പിന്നെ ഒരു കോമ. ഓക്കെ, സോ ഡിയർ സർ കോമ, അതാണ് സാല്യൂട്ടേഷൻ. ഫ്രം അഡ്രസ് ടു അഡ്രസ് സാല്യൂട്ടേഷൻ. അതിനുശേഷം നമ്മൾ നമ്മുടെ ലെറ്ററിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ, യുവർ സ്റ്റോറി ഈസ് വെരി ഇൻസ്പയറിംഗ് ആൻഡ് എ ഗ്രേറ്റ് മോഡൽ ഫോർ ദ അപ്കമിങ് ജനറേഷൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്? ഞാൻ നിങ്ങളുടെ സ്റ്റോറീനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്, നിങ്ങളുടെ റൈറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആ കണ്ടൻറ്റാണ് നമ്മളുടെ ലെറ്ററിൽ വരേണ്ടത്. നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് അല്ലേ ലെറ്റർ. അപ്പോൾ ആ ഒരു കണ്ടൻറ്റാണ് നമ്മുടെ ലെറ്ററിലും വരേണ്ടത്. നമ്മൾ എന്തിനാണോ ഇത് എഴുതുന്നത് എന്നുള്ളൊരു ഐഡിയ എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഭാഗത്തിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്തിനാണോ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളെന്താണ്, നിങ്ങൾ കാരണം കൊണ്ട് യു ടോട്ട് us a lot of things. എന്താ, നിങ്ങൾ ഞങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങളുടെ ഈ ഒരു ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലൈഫ് എന്നുള്ളൊരു അനക്ഡോട്ട് കൊണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് എങ്ങനെയാണ്? താങ്കിങ് നോട്ടാണ്. ഓക്കെ, ഈ ഞങ്ങൾക്ക് ഇത്രയും ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും അഡ്വൈസസ് തന്ന് നിങ്ങൾക്ക് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. സോ ലാസ്റ്റിൽ എങ്ങനെയാണ്? ഒരു താങ്കിങ് നോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻസ്പയറിങ് അസ്. ഞങ്ങളെങ്ങനെ ഇൻസ്പയർ ചെയ്തതിന് വി ആർ താങ്കിങ് യു ആൻഡ് ഹോപ്പ് ടു മീറ്റ് യു സം ടൈം. നിങ്ങളെ നേരിൽ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ
വെച്ചുകൊണ്ട് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ലെറ്റർ അവസാനിപ്പിക്കുമ്പോഴും നമുക്കൊരു സാല്യൂട്ടേഷൻ ഉണ്ട്. എന്താണത്? നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതും. നമ്മൾ ടീച്ചേഴ്സിന് എഴുതുമ്പോഴൊക്കെ എങ്ങനെയാണ്? ട്രൂത്ത്ഫുള്ളി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും അല്ലേ? അതന്നെയാണ് നമ്മൾ എൻഡിങ് സാല്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾക്ക് സാല്യൂട്ടേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? വിത്ത് ലവ് അല്ലെങ്കിൽ റിഗാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു എൻഡിങ് കൊടുക്കും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഗിവ് ആ നെയിം ആൻഡ് ലാസ്റ്റ് നമ്മളുടെ പേരും കൊടുക്കും. ഓക്കെ, ആൻഡ് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, റൈറ്റിംഗ് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതൊന്നും റൈറ്റ് സൈഡിലേക്ക് പോകരുത്. ഇതെല്ലാം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഓക്കെ, ദ അഡ്രസ് നമ്മളുടെ അഡ്രസ്സാണ്. ആദ്യം ഫ്രം അഡ്രസ്, ടു അഡ്രസ്, സാല്യൂട്ടേഷൻ, സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനിലൂടെ തുടങ്ങുന്നു, താങ്കിങ് നോട്ട്, എൻഡിങ് സാല്യൂട്ടേഷൻ അല്ലെങ്കിൽ കൺക്ലൂഡിങ് സാല്യൂട്ടേഷൻ ആൻഡ് ദ നെയിം. ഇതെല്ലാം നമ്മൾ എഴുതുന്നത് എവിടെയാണ്? നമ്മൾ എഴുതുന്നത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് ഫോർമാറ്റ് ഓഫ് എ ലെറ്റർ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ 22nd ക്വസ്റ്റ്യൻ എന്താണ്? അത് വീണ്ടും ഒരു ഡിസ്കോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടു റൈറ്റ് എ പ്രൊഫൈൽ. ഓക്കെ, നമുക്കൊരു പ്രൊഫൈലാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ആ പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ, ഹിൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ ആരെക്കുറിച്ചാണ് എഴുതാനുള്ളത്? ഇറ്റ് ഇസ് അബൌട്ട് ആൻഡൺ ചെക്കോഫ്. ഓക്കെ, ആൻഡൺ ചെക്കോഫിനെ കുറിച്ച് ഒരു പ്രൊഫൈലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. മെയിനായിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ തന്നിട്ടുള്ള പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്യണം. ഓക്കെ, കണക്റ്റിംഗ് വേർഡ്സ് വെച്ചിട്ട് നമുക്കതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ യുവർ പ്രൊഫൈൽ വിൽ ബി റെഡി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ? യെസ്, സോ ആൻഡൺ ചെക്കോവ് വാസ് ബോൺ ഓൺ January 29, 1860. സോ ഈ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ? ബോൺ January 29, 1860. പിന്നെ എവിടെയാണ് ജനിച്ചിട്ടുള്ളതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. എന്താണ്? വാസ് ഒന്ന് ആഡ് ചെയ്തു. അതേപോലെ ആൻഡൺ ചെക്കോവ് എന്നുള്ള പേരും നമ്മൾ കൊടുത്തു. അപ്പോൾ ആൻഡൺ ചെക്കോവ് വാസ് ബോൺ ഓൺ January 29, 1860 ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മളിവിടെ ആഡ് ചെയ്തു ആൻഡ് ദ പ്ലേസ്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള പോയിന്റ്സ്, പോയിന്റ്സ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് സെൻറ്റൻസസ് ആക്കുമ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പ്രൊഫൈൽ കിട്ടും. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിപ്പോസിഷൻസ്, മെയിൻലി നമ്മൾ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിനകത്ത് നമ്മൾ ആഡ് ചെയ്തത് എന്തായിരുന്നു? ഹി വാസ് ബോൺ ഇൻ എന്നുള്ളൊരു പ്രിപ്പോസിഷൻ നമ്മളിവിടെ ആഡ് ചെയ്തു. അതിൻ്റെ മുന്നേ ആയിട്ട് ബോൺ മുന്നെയാണ്, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. സോ നമ്മളത് വാസ് കൊടുത്തു. സോ മെയിൻലി നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ്, അതേപോലെ ടെൻസ് ബേസ്ഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോയിന്റ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഹിസ് പ്രൊഫഷൻ എന്താണ്? ഫിസിഷ്യൻ, റൈറ്റർ. സോ ഈ പോയിന്റ് നമ്മൾ സെൻറ്റൻസിലേക്ക് ആക്കുമ്പോൾ ഇറ്റ് ബി ലൈക്ക് ഹി വർക്ക്ഡ് ആസ് എ ഫിസിഷ്യൻ ആൻഡ് റൈറ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത വേർഡ്സ് ആൻഡ് കൺജങ്ഷൻ ആണ്. രണ്ട് സെൻറ്റൻസസ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺജങ്ഷൻ യൂസ് ചെയ്തു. ആൻഡ് ഹി വർക്ക്ഡ് ആസ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ വെൻ വി റൈറ്റ് ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ്സ് നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാം, ടെൻസസ് യൂസ് ചെയ്യാം. ടെൻസസ് മാറ്റുന്ന അനുസരിച്ചിട്ട് ആ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ മാറും. സോ മെയിനായിട്ട് നമ്മൾ കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ്, അതേപോലെ ടെൻസ് മാറ്റുന്ന വേർഡ്സ്, ഓൾ ദീസ് ആർ ബീൻ യൂസ്ഡ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അപ്പോൾ നമ്മളുടെ 23rd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ടു മേക്ക് എ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിരൺ, ദ കാസ്റ്റ് അവേ എന്നുള്ള സ്റ്റോറിയിലത്തെ ക്യാരക്ടറായിട്ടുള്ള കിരണിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച്, സോ ബേസിക്കലി സ്പീക്കിംഗ് എന്താണ് ക്യാരക്ടർ സ്കെച്ച്? ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് വായിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ചൊക്കെയുള്ള അയാൾ ഫിസിക്കലി എങ്ങനെയായിരിക്കും അയാളെ കാണാൻ, അതേപോലെ കുറച്ചൊക്കെ അയാളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് എഴുതുക. ഓക്കെ, സോ ഹാരി പോട്ടറിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഹാരി പോട്ടർ എന്നുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് വായിച്ചാൽ തന്നെ ഹാരി പോട്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. സോ ആ രീതിയിൽ വേണം നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് കിരണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ആയിട്ടുള്ളത് നോക്കി നോക്കാം.
യെസ്. സോ ഫസ്റ്റ് നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നതിനുള്ളൊരു ഇൻട്രോ വേണം അല്ലേ. അപ്പോൾ കിരണിനെ കുറിച്ചാണ്. സോ കിരൺ ഇസ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി കാസ്റ്റവേ. കാസ്റ്റവേ എന്ന സ്റ്റോറിയത്തെ ക്യാരക്ടറാണ് കിരൺ. ഹാവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ് വിത്ത് ദ പ്രൊട്ടഗണിസ്റ്റ് നിൽക്കാണ്ട. സോ പ്രൊട്ടഗണിസ്റ്റ് അല്ല, പക്ഷെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് കിരൺ. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. ആരാണ് കിരൺ, ഓക്കെ, ഏത് സ്റ്റോറിയിലാണ് കിരൺ വരുന്നത്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് കിരൺ വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ക്യാരക്ടറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഷീ ഈസ് എ ഫേവറേറ്റ് ഓഫ് നോട്ട് ഓൺലി ഹെർ ഓൺ ഫാമിലി ബട്ട് ഓൾസോ ഓഫ് ദ ഹോൾ വില്ലേജ്. ഓക്കെ, അതൊരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ക്യാരക്ടറാണ്. ഓക്കെ, സോ കിരണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് കിരൺ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, സോ എന്തൊക്കെയാണ് കിരൺ ആ സ്റ്റോറിനകത്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. എന്താണ്, ഷീ വൺസ് ഫെൽ സീരിയസ്ലി ഇൽ ആൻഡ് നൗ ഹാസ് ഫുള്ളി റിക്കവേർഡ്. പിന്നെന്താണ്, ഷീ ഡിസ്ലൈക്സ് ദ ബോർഡം ഓഫ് സിറ്റിംഗ് ഐഡിൽ ഡൂയിങ് നത്തിങ്. അതൊക്കെ ഒരാളുടെ ക്യാരക്ടറാണ്. ചിലവർക്ക് വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം, പക്ഷെ ചിലവർക്ക് നല്ല വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ കിരൺ എന്ന് പറയുന്നത് നല്ല വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ദാറ്റ് ഇസ് എ ക്യാരക്ടർ. അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഷീ ടുക്ക് അപ്പ് ദ റോൾ ഓഫ് നിൽക്കാണ്ടാസ് സിസ്റ്റർ ആൻഡ് മദർ കമ്പൈൻഡ്. സോ മെയിൻ ക്യാരക്ടറിൻ്റെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ സിസ്റ്ററും മദറും എന്നുള്ള 2 റോൾസും നമ്മളുടെ കിരൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുകയാണ് ആ ക്യാരക്ടറിൻ്റെ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് എഴുതാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. ആ ക്യാരക്ടർ സ്കെച്ച് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന ആൾക്ക് തോന്നണം എന്താണ് കിരൺ എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ 24th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് 24th ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് ഓൾസോ റൈറ്റിംഗ് സംതിങ്. അതും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? നമ്മൾ ഒരു പാരഗ്രാഫാണ് എഴുതാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ഹൗ ജാക്ക് ആൻഡ് ജിൽ ഇൻ ദ പ്ലേ നെവർ നെവർ നെസ്റ്റ്. ഈ നെവർ നെവർ നെസ്റ്റ് എന്നുള്ള പ്ലേനകത്തെ ജാക്ക് ആൻഡ് ജിൽ ഇവരുടെ ലൈഫ് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്രസൻറ്റ് ഡേ കൺസ്യൂമർ കൾച്ചർ അല്ലേ. പ്രസൻറ്റ് ഡേ കൺസ്യൂമർ കൾച്ചറാണ് ജാക്ക് ആൻഡ് ജില്ല് ഫോളോ ചെയ്യുന്നത് അല്ലേ. ആ സ്റ്റോറിയിൽ നമുക്കറിയാം എല്ലാം അവർ വാങ്ങിച്ചു കൂട്ടുകയാണ്. ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് EMI ഒക്കെ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്. സോ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ജാക്ക് ആൻഡ് ജില്ലും. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പാരഗ്രാഫ് ഇസ് അബൌട്ട് ഡിസ്ക്രൈബിങ് ദിസ് തിങ്. ഈ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഒരു സ്വഭാവം അതെങ്ങനെയാണ് ഈ പ്രസൻറ്റ് സൊസൈറ്റി ആയിട്ട് നമുക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളൊരു പാരഗ്രാഫ് എഴുതാൻ പോകുന്നത്. അപ്പോൾ പാരഗ്രാഫ് എഴുതുന്നതിൻ്റെ മുന്നേ ആദ്യം നോക്കേണ്ടത് എന്താണ്? ആദ്യം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഏതാണ് പാഠം എന്നുള്ളത്. അത് മറക്കരുത്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ എന്താണ്? ദ നെവർ നെവർ നെസ്റ്റ് സെൻറ്റേഴ്സ് അറൗണ്ട് ദ പോപ്പുലർ മോഡേൺ പ്രാക്ടീസ് ഓഫ് ലിവിങ്. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ നെവർ നെവർ നെസ്റ്റിലുള്ളത് എന്നാണ് ഫസ്റ്റ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അറിയാം ഒറ്റ ഷോർട്ടായിട്ട് ബ്രീഫായിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നമ്മൾ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ആ വായിക്കുന്ന ആൾക്ക് നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടണം. ഓക്കെ, അപ്പോൾ വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റോറിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്ലേയുടെ എന്താണ് തീമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? മോഡേൺ പ്രാക്ടീസ് ഓഫ് ലിവിങ്. അതാണ് മെയിൻ തീം. സോ ആ തീമാണ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്ന കാര്യം എന്താണ്? അപ്പം മെയിൻ സെൻട്രൽ തീം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പ്ലേ എന്ത് ടൈപ്പ് ഓഫ് ഒരു പ്ലേ ആണ്? പ്ലേ ഒരു സെറ്റയർ ആണ് അല്ലേ. പ്ലേ ഇസ് എ സെറ്റയർ ഓൺ ദ മെറ്റീരിയലിസ്റ്റിക് മോഡേൺ മാൻ. സെറ്റയർ ആക്ഷേപഹാസ്യമാണ്. ഈ പ്ലേ എന്നുള്ളത് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ളൊരു ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ പ്ലേ എഴുതപ്പെട്ടിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അതിനുശേഷം നമ്മൾ ജാക്ക് ആൻഡ് ജില്ലിലേക്ക് വരികയാണ്. ജാക്ക് ആൻഡ് ജിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ജാക്ക് ആൻഡ് ജിൽ എന്താ ചെയ്തിരുന്നത്? ദ കപ്പിൾ ലിവ് ടുഗെദർ ഇൻ എ ഹൗസ് ദാറ്റ് ഈസ് ബോട്ട് ത്രൂ ആൻ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. അപ്പോൾ എങ്ങനെയാണ് അവർ താമസിച്ചിരുന്ന വീട്? എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലെ EMIs ആയിട്ടാണ് ആ വീട് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവർ വാങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റ്സിലൂടെയാണ്. എന്താണ്? മോറോവർ ദേ ഫെൽറ്റ് പ്രൗഡ് ആൻഡ് ഹാപ്പി ഫോർ ബൈയിങ് തിങ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റിലൂടെ വാങ്ങുന്ന
സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിലൂടെയാണ് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് അവരൊരു പ്രൗഡായിട്ട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക്. അത് തന്നെയാണ് പ്രസൻറ്റ് മാനിനും. ഓക്കെ, സോ നമ്മുടെ പാരഗ്രാഫും അത് തന്നെയായിരുന്നു. എങ്ങനെയാണ് ജാക്ക് ആൻഡ് ജിൽ മോഡേൺ സൊസൈറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം സെൻട്രൽ തീം എഴുതി, പിന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് ഒരു പ്ലേ ആണെന്ന് എഴുതി, പിന്നെ ജാക്ക് ആൻഡ് ജില്ല് ചെയ്തിരുന്ന കാര്യങ്ങൾ എഴുതി. സോ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് വേണം നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ പാരഗ്രാഫ് റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 25th ക്വസ്റ്റ്യൻ എന്താണ്? സിമിലർ ആണ്, റൈറ്റിംഗ് ആണ് എഗെയിൻ, ബട്ട് ദിസ് ടൈം ഇറ്റ് ഈസ് റൈറ്റിംഗ് എ സ്പീച്ച്. ഓക്കെ, നമ്മളൊരു സ്പീച്ചാണ് ഇപ്രാവശ്യം എഴുതാൻ പോകുന്നത്. സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? മാത ഇൻ ഹെർ താങ്ക്സ് ഗിവിംഗ് സ്പീച്ച്, പ്രത്യേക ടൈപ്പ് ഓഫ് സ്പീച്ചാണ്. എന്താണ്? ഇറ്റ് ഈസ് താങ്ക്സ് ഗിവിംഗ് സ്പീച്ച്. Describes how she overcame the problems she faced in winning the scholarship jacket. Prepare the likely speech of Martha. So Martha ഒരു സ്പീച്ച് കൊടുക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. നിങ്ങൾ മാതയായിട്ട് തൽക്കാലം മാറുക, എന്നിട്ട് വേണം നമ്മളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പീച്ചാണ്, അതിന് പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ഫസ്റ്റ് എന്താണ്? ഗ്രീറ്റിംഗ്സ് ആണ്. നമ്മൾ സ്പീച്ച് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ആരാണോ ഇരിക്കുന്നത് അവരെന്നെ ഗ്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ഗ്രീറ്റിംഗ്സ്. ഹായ്, വെൽക്കം, മൈ നെയിം ഇസ് മാത. സോ ആരാണ് പറയുന്നത്? എല്ലാവരെയും വെൽക്കം ചെയ്തതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ബാക്കി കാര്യങ്ങൾ, ഐ ആം ആൻ 8th grade ദാറ്റ് ഈസ് ഗ്രാജുവേറ്റിംഗ്. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, കാരണം എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആരാണോ സ്പീച്ച് പറയുന്നത് ആ സ്പീച്ച് പറയുന്ന ആളുടെ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഐ എം ഹിയർ ബിക്കോസ്. അതിനുശേഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്പീച്ച് പറയുന്നത്, ദ പേർപ്പസ്, ദ റീസൺ എന്താണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. എന്താണ്? ഐ എം ഹിയർ ബിക്കോസ് our school is honoring me with the scholarship jacket. സോ ഞാൻ ഇന്ന് ഇവിടെ എന്തിനാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു റീസൺ, അതാണ് നെക്സ്റ്റ് പറയേണ്ടത്. സോ ഗ്രീറ്റിംഗ്സിന് ശേഷം ഇൻട്രൊഡക്ഷൻ, ആരാണോ പറയുന്നത്. നെക്സ്റ്റ് ഇസ് എന്തിനു വേണ്ടിയാണോ ഈ സ്പീച്ച് പറയുന്നത്. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ആർ ദ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ട്. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നെ മാതയുടെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറയുകയാണ് അല്ലേ. ആദ്യം സ്കോളർഷിപ്പ് ജാക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു, പിന്നെ അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സ്റ്റോറിയിലേക്ക് വന്നു, നമ്മൾ ലെസണിലേക്ക് വന്നു. ആ സ്റ്റോറിയിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും എന്തിനാണോ സ്പീച്ച് ആ റീസണും കൊടുക്കുക, അതിനുശേഷം ആ സ്റ്റോറീനെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, എങ്ങനെയാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യമാണ് മാത പറയുന്നത്. ഓക്കെ, പ്രശ്നങ്ങളുണ്ടായിരുന്നു. there were many challenges. Okay, but there were many challenges that would have derailed me from earning the jacket. എനിക്ക് ജാക്കറ്റ് കിട്ടാതിരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, ഒരുപാട് ചാലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ പ്രിൻസിപ്പിളിനെ കണ്ട കാര്യം, ഇതൊക്കെ സ്റ്റോറിയാണ്. സ്റ്റോറി നെക്സ്റ്റ് പാർട്ടിലൊക്കെ സ്റ്റോറിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് കമ്പൈൻ ചെയ്തതാണ്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പീച്ച്. ഓക്കെ, സോ പ്രിൻസിപ്പിൾ വിളിച്ച കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. എന്നിട്ട് എന്താണോ പ്രിൻസിപ്പിൾ പറഞ്ഞത്, എന്താണ് $15 കൊടുക്കണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തു. അതിനുശേഷം അത് കേട്ട ഉടനെ എനിക്കുണ്ടായ ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഐ ലെഫ്റ്റ് ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ഇൻ ഡിസ്മേ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഐ സ്പോക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ചു. ഗ്രാൻഡ് ഫാദർ എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ദിസ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ. ഓക്കെ, എന്താണോ ഗ്രാൻഡ് ഫാദർ പറഞ്ഞെന്നുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റോറി മൊത്തം പറഞ്ഞതിന് ശേഷം ദെൻ കംസ് ദ കൺക്ലൂഡിങ് പാർട്ട്. അതാണ് അവസാനത്തെ ഭാഗം. അതെന്താണ്? ആസ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ഓൾ ടുഡേ ഐ വോണ്ട് ടു താങ്ക്സ് ഗിവിംഗ് സ്പീച്ചാണ്. അതുകൊണ്ട് താങ്കിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ കഥയിൽ വരുന്ന കാര്യങ്ങൾ, നെക്സ്റ്റ് ഇസ് എ കൺക്ലൂഷൻ പാർട്ട്. അപ്പോൾ കൺക്ലൂഷൻ പാർട്ടിൽ വേണം നമ്മുടെ പേർപ്പസ് താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് ഐ വോണ്ട് ടു താങ്ക് ദ പ്രിൻസിപ്പൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് മൈ സിറ്റുവേഷൻ അബൌട്ട് ദ ജാക്കറ്റ്. സോ ലാസ്റ്റിലേക്ക് കൺക്ലൂഡിങ് പോർഷനിലേക്ക് താങ്ക്സ് ഗിവിംഗ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എന്താണോ പ്രിൻസിപ്പളിൻ്റെ ആ ഒരു പോസിറ്റീവ് പോയിന്റ് എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് താങ്ക് യു വൺസ് അഗെയിൻ ഫോർ gathering here and spending your precious time here. So last paragraphലേക്ക് നമ്മൾ ആ താങ്ക്സ് ഗിവിംഗ് എന്നുള്ള മെയിൻ ആയിട്ടുള്ള പേർപ്പസ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഓക്കെ,
സോ ദാറ്റ് ഈസ് ഹൗ യു റൈറ്റ് ഓർ പ്രിപ്പയർ എ സ്പീച്ച്. മെയിനായിട്ട് എന്താണ്, ഫസ്റ്റ് നമ്മളെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആദ്യം ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സ് കൊടുത്തതിന് ശേഷം മാർത്തേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പേര് പറയണു, എന്താണ് ചെയ്യണമെന്ന് പറയണു. ദെൻ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ, കൺക്ലൂഡിങ് പാരഗ്രാഫിൽ താങ്ക്സ് കൊടുക്കുകയാണ് അല്ലേ. താങ്ക്സ് ഗിവിങ് സ്പീച്ച് ആയതുകൊണ്ട് താങ്ക്സ് കൊടുക്കുന്നതാണ് പ്രിൻസിപ്പളിനും പിന്നെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് കൊടുക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ജനറൽ ഫോർമാറ്റ് ഓഫ് എ സ്പീച്ച്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് പോർഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ന്യൂസ് ഹെഡ്ലൈൻസിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനുശേഷം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതെന്നാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് ന്യൂസ് റിപ്പോർട്ടിങ്ങിൻ്റെ ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ഹെഡ്ലൈൻ്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണം നോക്കി നോക്കാം. The headline that voices concerned about environment is. സോ അതിലത്തെ ഏതോ ഒരു ഹെഡ്ലൈനകത്ത് എൻവയൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? 5 എണ്ണം. സോ വിച്ച് ഇസ് അബൌട്ട് എൻവയൺമെൻറ്റ്. ഏതാണ്? ഇറ്റ് ഈസ് Antarctica's temperature to rise by 3 degrees the end of the century. സോ എൻവയൺമെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നായിരുന്നു ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഹെഡ്ലൈൻ ഇസ് റിലേറ്റഡ് ടു പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്നത് ഏത് ഹെഡ്ലൈനാണ്? സോ ഇറ്റ് ഈസ് അനീമിയ, ഹെൽത്ത് റിലേറ്റഡ് ആണ്. എമംഗ് മെൻ എ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ഓക്കെ, സോ ഇത്രേ നോക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ആ ഹെഡ്ലൈനത്തെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതാണോ ഹെഡ്ലൈൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് പറയാം, എൻവയൺമെൻറ്റിനെ കുറിച്ചാണ്. സോ ദിസ് ഇസ് ദ മെയിൻ തിങ്, അത് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ന്യൂസ് ഹെഡ്ലൈൻസ് വായിക്കുവാണ്. സോ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് എൻവയൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹെഡ്ലൈൻ ഇസ് റിലേറ്റഡ് ടു പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്ത് എന്നാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ്. ഇതിനകത്ത് ഏതിലാണോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയണേ നോക്കാം. സോ ഇതിനകത്ത് എവിടെയാണ്? ഇവിടെ പബ്ലിക് ഹെൽത്ത് തന്നെ പോയിന്റായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അനീമിയ എന്നുള്ളതും ഹെൽത്ത് റിലേറ്റഡ് ആണ്. സോ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനകത്ത് മെയിൻ വേർഡ് ഏതാണെന്ന് തപ്പിയെടുക്കുക. സോ അതേ വേർഡ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിട്ടും നമുക്ക് ന്യൂസ് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഓക്കെ, സോ വേർഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. എന്താണോ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇസ് എഡിറ്റിംഗ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് ഗ്രാമർ റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്പേസസ് വന്നിട്ടുണ്ട്, അതായത് എവിടെയാണ് എറേഴ്സ് വന്നിട്ടുള്ളത്. ദർ ആർ ഫ്യൂ എറേഴ്സ് ഇൻ ദ പാസേജ് ആൻഡ് ദേ ആർ അണ്ടർലൈൻഡ്. ഓക്കെ, എറേഴ്സ് എവിടെയാണ് വന്നിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു ഗ്രാമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. എന്താണ്? ഇറ്റ് ഈസ് റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. റിപ്പോർട്ടഡ് സ്പീച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയലോഗ്സ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആക്കി എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് മിസ്റ്റർ ജോൺ, ഡു യു റിമെമ്പർ മീ. ഇത് ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്. ആൻഡ് അതിൻ്റെ ഉത്തരം എന്താണ്? മിസ്റ്റർ കോർണിൻ, ഐ ഹാവ് നെവർ സീൻ യു ഇൻ മൈ ലൈഫ്, യു മേ ബിഗിൻ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് 2 ഹിൻസ് തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ 2 സെൻറ്റൻസും ഈ രീതിയിൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഹിൻസ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഫസ്റ്റ് സെൻറ്റൻസ്, മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഡോക്ടർ കോർണിൻ. ഇതാണ് സ്റ്റാർട്ടിംഗ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമ്മൾ മാറ്റാം? ദിസ് വൺ ഇസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസിലാണ് കിടക്കുന്നത്. സോ അധികവും ഇത്ര നോട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും. സോ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, ദാറ്റ് ഇസ് എ ബേസിക് റൂൾ. അത്രയാണ് മെയിൻ ആയിട്ടുള്ള റൂള്. ഏതൊരു സെൻറ്റൻസും ഡയറക്റ്റിലാണ് കിടക്കുന്നെങ്കിൽ അത് അധികം എന്തായിരിക്കും? പ്രസൻറ്റ് ടെൻസിലാണ് ഉണ്ടാവുക. നമ്മളതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണ് വേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? മിസ്റ്റർ ജോൺ ആസ്ക്ഡ് മിസ്റ്റർ കോർണിൻ വെദർ ഹി റിമെമ്പേർഡ് ഹിം. റിമെമ്പർ എന്നുള്ളത് നമ്മൾ റിമെമ്പേർഡ് എന്ന് ആക്കി മാറ്റി. ദ നെക്സ്റ്റ് വൺ ഇസ് ഡോക്ടർ കോർണിൻ റിപ്ലൈഡ് that he had never seen him in his life. He had never seen him. Had again നമ്മളതിനെ past tenseലേക്ക്
മാറ്റി. സോ പ്രസൻറ്റ് ടെൻസിലുള്ളതായിരിക്കും നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് സെൻറ്റൻസ് ഉണ്ടാവുക. നമ്മളതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 33rd ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. സോ നമുക്കത് ചെയ്യേണ്ടത് പാസേജ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഏതൊക്കെയാണ് വേർഡ്സ് എന്നുള്ളത് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വെച്ചിട്ട് അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ പാസേജ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് വേർഡ്സ്. ഓക്കെ, ഈ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ പാസേജിനെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? യെസ്, സോ ഫസ്റ്റ് വൺ ഇസ് Nilkanta turned out to be a boon dash everyone in the house. So avade edha vara and for of as a was. Nilkanta turned out to be a boon for everyone in the house. Our answer vara is for. Preposition aanu for. Then Kiran had a warm interest in him. He had escaped from the clutches of death. So Kiran had a warm interest in him as he had escaped from the clutches of death. Okay, so ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ, അതായത് പാസേജ് കംപ്ലീഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ഇത്ര ചെയ്യുള്ളൂ, പാസേജ് വായിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ ഹിൻസായി തന്നിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അത് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്ഥലത്ത് വെച്ച് നോക്കുക. സോ വെൻ യു ഗെറ്റ് എ മീനിങ് സെൻറ്റൻസ്, ഒരു മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഉറപ്പിക്കാം അതാണ് കറക്റ്റായിട്ട് വരുന്ന വാക്ക് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഹിൻറ്റ് ഫോർ ദാറ്റ്. ജസ്റ്റ് ഓരോ വേർഡ്സും പ്ലേസ് ചെയ്ത് നോക്കുക, മീനിങ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആ വേർഡ് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് സെൻറ്റൻസ്. ഓക്കെ, സോ നൗ ദ 34th ക്വസ്റ്റ്യൻ. 34th ക്വസ്റ്റ്യനും അഗെയിൻ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇസ് ഫില്ലിംഗ് എ പാസേജ് വിത്ത് ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് തന്നിട്ടുള്ള പാസേജ് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, അതിനുള്ള ഓപ്ഷൻസ് എല്ലാ ഫ്രേസൽ വേർബ്സും നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. സോ യു ഹാവ് ടു ചൂസ് ദ ഫ്രേസൽ വേർബ്സ് ആൻഡ് ഫിൽ ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് വൺ, Aunt Jane thought Jack and Jill were working hard to dash very well in their life. So Jack and Jill was trying to do something very well in their life. So what will be that? It is അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലേ. സോ വാട്ട് വിൽ ബി ദ ഫ്രേസൽ വെർബ് ദാറ്റ് വി യൂസ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഗെറ്റ് അലോങ്. സോ Aunt Jane thought Jack and Jill were working hard to get along very well in their life. So നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. So that is the meaning that comes out there. And the next one, but she could not dash the idea of installment plans. But she could not dash the idea of installment plans. ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് എന്തായിരുന്നു? നല്ലൊരു അഭിപ്രായം അല്ല അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യുക, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഐഡിയ ആണ്. അപ്പോൾ അതിനകത്ത് ഏതാ വരിക? ഇറ്റ് ഈസ് പുട്ട് അപ്പ് വിത്ത്. ഷി വാസ് നോട്ട് ഏബിൾ ടു പുട്ട് അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ്. ഓക്കെ, സോ ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്നത്. 34th ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ഫ്രേസൽ വേർബ്സ്. അപ്പോൾ ഫ്രേസൽ വേർബ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, കുറച്ച് ഫ്രേസൽ വേർബ്സ്, ഒരു ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ യു ഹാവ് ടു ഹാവ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 35th ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷൻ നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. സോ കോൺവെർസേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ സംസാരിക്കുകയാണ്. സോ ഇത് അച്ചടി ഭാഷയല്ല, സ്പോക്കൺ ലാംഗ്വേജ് ആണ് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയും എഴുതുന്ന ഭാഷയും ഡിഫറെൻ്റ് ആണ്, വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അധികം കോൺവെർസേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എപ്പോഴും ആ ഒരു സ്പോക്കൺ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എഡിച്ചി ആൻഡ് ഹെർ റൂംമേറ്റ്. എഡിച്ചിയും അയാളുടെ റൂംമേറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂംമേറ്റ്, യു ആർ ഫ്രം നൈജീരിയ. സോ നിങ്ങൾ നൈജീരിയയിൽ നിന്നാണോ എന്നാണ് ചോദ്യം. ഓക്കെ, സോ അത് നമ്മൾ സാധാ രീതിയിൽ എങ്ങനെ എഴുതുക? നമ്മൾ ഈ സാധാ രീതിയിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ പറയുമ്പോഴോ നിങ്ങൾ നൈജീരിയയിൽ നിന്നാണോ അല്ലേ എന്ന് ചോദിക്കില്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് കംസ് ഹിയർ. ഇവിടെ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്.
സോ യു ആർ ഫ്രം നൈജീരിയ, ആറിൻറ്റ് യു? നമ്മൾ ചോദിക്കുന്ന അതേ ലാംഗ്വേജിലാണ്. നിങ്ങൾ നൈജീരിയയിൽ നിന്നല്ല ആണ് അല്ലേ എന്ന് ചോദിക്കില്ലേ? നമ്മൾ സാധാരണ രീതിയിൽ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കാറുള്ള ആ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് എ ക്വസ്റ്റ്യൻ ടാഗ്. നിങ്ങൾ നൈജീരിയയിൽ നിന്നാണ് അല്ലേ എന്ന് ചോദിക്കുന്ന അതേ പാറ്റേൺ, ദാറ്റ് ഈസ് യു ആർ ഫ്രം നൈജീരിയ, ആറിൻറ്റ് യു? ദാറ്റ് ഈസ് എ ഫോമാറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് കോൺവെർസേഷൻ ആണ്, അതുകൊണ്ട് സ്പോക്കൺ ലാംഗ്വേജിൽ ഓർത്തിട്ട് വേണം യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡാഷ്. So Adichi replies, because English is the official language. So how could you speak English so well? നിങ്ങൾ നൈജീരിയക്കാരനാണ്, പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? സോ ഓൾവേസ് റിമെമ്പർ, ചൂസ് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഇതൊരു കോൺവെർസേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആ കോൺവെർസേഷനിൽ സ്പോക്കൺ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേർഡ്സ് ആയിരിക്കും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇഫ് യു ഡു ഇറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൾ റൈറ്റ്. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ സ്കോപ്പുള്ളൊരു സെൻറ്റൻസസ് ആണ്, അല്ലെങ്കിൽ സ്കോപ്പുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കോൺവെർസേഷൻസ്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 36 ക്വസ്റ്റ്യൻ ഇസ് അഗെയിൻ ഗ്രാമർ. സോ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കണ്ടു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്കൊക്കെ എങ്ങനെയാണ് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ് ഈസ് അബൌട്ട് ഐഡൻറ്റിഫൈയിങ് ദ നൗൺ ഫ്രേസ്. ഓക്കെ, കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, ആ സെൻറ്റൻസുകളുടെ നൗൺ ഫ്രേസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. നൗൺ ഫ്രേസ് എവിടെ വരുന്നതാണെന്നും കൂടെ എപ്പോഴും ഓർക്കണം, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കണം. സബ്ജക്റ്റ് പൊസിഷൻ, ഓക്കെ, സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഏതാണ്? മിസ്റ്റർ ജോൺ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. അവിടെ ആരാ? മിസ്റ്റർ ജോൺ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. വിച്ച് ഇസ് നൗൺ ഫ്രേസ്? യെസ്, ഇറ്റ് ഇസ് മിസ്റ്റർ ജോൺ അല്ലേ. നൗൺ മീൻസ് എന്താണ്? നെയിം റെപ്രസെൻറ്റിങ് എ നെയിം, പ്ലേസ്, ആനിമൽ or thing അല്ലേ, അതാണ് നൗൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇറ്റ് ഈസ് എ നെയിം, ഇറ്റ് ഈസ് മിസ്റ്റർ ജോൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിവുരി ഇൻ ബിർഭൂം. സോ ഷൂട്ടിങ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്, ഷിവുരി ഇൻ ബിർഭൂം. സോ എന്താണ് അവിടെ വരുന്ന നൗൺ? ഇറ്റ് ഈസ് ദ ഷൂട്ടിംഗ്. ഓക്കെ, ദ ഷൂട്ടിംഗ് എന്താണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ദ ഷൂട്ടിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നൗൺ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് ഐഡൻറ്റിഫൈയിങ് ദ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പേരായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു ആനിമൽ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ തിങ്, അതിനാണ് നൗൺസ് എന്ന് പറയാം. സോ സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം ഉള്ളത്. ഓക്കെ, സോ നമ്മൾ മേജറായിട്ടുള്ള ഏതൊക്കെ ഡിസ്കോഴ്സസ് നോക്കണം എന്നൊക്കെ നോക്കി. ഓൾ റൈറ്റ്, അതിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് പോവുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡിസ്കോഴ്സസ് ഏതൊക്കെയായിരുന്നു? ലെറ്റേഴ്സ്, ഡയറി റൈറ്റിംഗ്, അതേപോലെ കോൺവെർസേഷൻ. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് അതിൽ കൂടെ ജസ്റ്റ് ഒരു ഐഡിയ വെച്ചൊന്ന് പോയാൽ മതി. ആൻഡ് എവറിത്തിങ് വിൽ ബി വെരി ഈസി. ഇപ്രാവശ്യത്തെ എക്സാം വളരെ ഈസി ആയിരിക്കും. സോ ഐ എം ജസ്റ്റ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഡു വെൽ ഫോർ എക്സാംസ്. ഓൾ ദി ബെസ്റ്റ്. Exam winner. Crack your exams with Exam Winner and be a true winner.